എന്തുകൊണ്ട് പ്രോക്രാസ്റ്റിനേഷൻ സംഭവിക്കുന്നു? നമ്മളെല്ലാവരും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യമാണ്. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായിട്ട് നമുക്കിത് അനുഭവമാണ്. അതായത് ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റഡി റിലേറ്റഡുള്ള കാര്യങ്ങൾ ഇന്ന സമയത്തിനുള്ളിൽ തീർക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ നമുക്കത് വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് എൻഡപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പോസ്റ്റ്പോൺ ചെയ്യുന്നു, അങ്ങനെ അത് ഡിലേ ആക്കുന്നു, അങ്ങനെ നമ്മളിത് നീട്ടിക്കൊണ്ട് പോകുന്നു എന്നത് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ എന്തുകൊണ്ട് ഈ ഒരു പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം നമുക്ക് സംഭവിക്കുന്നു? വൈ വി ആർ പോസ്റ്റ്പോണിങ് തിങ്സ്? സോ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കൂടാതെ എങ്ങനെ നമുക്കിത് ഓവർകം ചെയ്യാൻ പറ്റും, ഇതെങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്നതാണ്. സോ ഇത് ബേസിക്കലി സംഭവിക്കുക എന്ന് പറയുന്നത്, പ്രോക്രാസ്റ്റിനേഷൻ ബേസിക്കലി സംഭവിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, അതിന് പല കോസസ് ഉണ്ട്. വൺ ഓഫ് ദ കോസസ് എന്ന് പറയുന്നത്, നമുക്കൊരു കാര്യത്തോട് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ വരുമ്പോഴാണ് നമ്മളത് പോസ്റ്റ്പോൺ ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം നിങ്ങൾ ഒരു എക്സാമ്പിൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. നമുക്ക് ഒരു കാര്യം ഭയങ്കരമായിട്ട് ഇഷ്ടമാണെങ്കിൽ, ഇപ്പോൾ ഒരു ക്രിക്കറ്റ് മാച്ച് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, നമുക്കൊരു ഇഷ്ടമുള്ള ടീമിൻ്റെ ഒരു ഇഷ്ടമുള്ള പ്ലെയറിൻ്റെ ഒരു ക്രിക്കറ്റ് മാച്ചാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമാണ് എന്ന് വിചാരിക്കുക. എങ്കിൽ പൊതുവേ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് നമ്മൾ അതിന് വേണ്ടി സമയം ചെലവഴിക്കും. സോ ദാറ്റ്സ് വാട്ട് വി യൂഷ്വലി ഡു. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും ഒരു ഡിലേ വെക്കാറില്ല, നമ്മളെപ്പോഴും അത് ആദ്യമേ തന്നെ ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ പ്രോക്രാസ്റ്റിനേഷനിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമെന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നമുക്ക് അതിനോടൊരു താല്പര്യക്കുറവുണ്ട്, അത് നമ്മുടെ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പലർക്കും സംഭവിക്കാമെന്ന് പറയുന്നത്, പലരും വിചാരിക്കുക എന്ന് പറയുന്നത്, അയ്യോ എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല, മറ്റുള്ളവർ ചെയ്യുന്നുണ്ട്, എനിക്കതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല, അതായത് അവർക്കെന്തോ കുഴപ്പമുണ്ട് എന്ന് അവരുള്ളിൽ ചിന്തിക്കും. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു ബേസിക് പ്രോബ്ലമാണ്. അതായത് ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ തന്നെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. അതിൽ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സിലബസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പാറ്റേൺ എല്ലാവരിലേക്കും അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ഇപ്പം സയൻസ് ഇഷ്ടപ്പെടുന്ന ആൾ, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് ആകാൻ താല്പര്യമുള്ള ആൾക്ക് ചിലപ്പം സയൻസ് സബ്ജക്റ്റൊക്കെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ സയൻസിനോട് ഇഷ്ടമുള്ളവർക്ക് അതൊരു ബാധ്യതയായിട്ട് തോന്നത്തില്ല, അത് അവർക്ക് ഈസി ആയിട്ട് പഠിക്കാൻ തോന്നും. പക്ഷേ സയൻസ് ഇഷ്ടമല്ലാത്ത ഒരാളെ സംബന്ധിച്ചോളം, അയാളുടെ ഒരു ആർട്ടിസ്റ്റിക് ടാലൻ്റ് ആയിരിക്കും, വേറൊരു മേഖലയായിരിക്കും അയാളെ സംബന്ധിച്ചുള്ള ഇത് അടിച്ചേൽപ്പിക്കലാണ് അയാളിലേക്ക് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവരതിപ്പോൾ പോസ്റ്റ്പോൺ ചെയ്യുക, ഡിലേ ചെയ്യുക, ആ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി, സ്റ്റഡി ചെയ്യുന്ന ആക്ടിവിറ്റി അവർ ഡിലേ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്, നമുക്കെന്തോ പ്രോബ്ലം, നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്കെന്തോ പ്രോബ്ലം ഉണ്ട്, നമ്മുടെ മൈൻഡ് പ്രോപ്പറല്ല, നമ്മൾ ലേസി ആയതുകൊണ്ടാണ് നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത് എന്ന രീതിയിലാണ് നമ്മളെ പൊതുവേ ടീച്ചേഴ്സും നമ്മുടെ സൊസൈറ്റിയൊക്കെ നമ്മളെ കാണാമെന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വലി എന്ന് പറയുന്നത് അത് ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് നമ്മുടെ മേഖല അതല്ല. യു മേ ബി എ മ്യൂസീഷ്യൻ, ഒരു മ്യൂസീഷ്യനായിട്ടുള്ള ആൾ, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് പ്ലെയർ ആയിട്ടുള്ള ആൾ. യു ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ വാട്ട് എക്സൈറ്റ്സ് യു, ഇൻട്രസ്റ്റ് യു. സിസ്റ്റത്തിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോക്രാസ്റ്റിനേഷൻ നമ്മൾ വരുമ്പോൾ നമ്മൾ തിരിച്ചറിയാറില്ല പലപ്പോഴും. അത് നമ്മുടെ കുഴപ്പമാണോ അതോ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണോ, എന്തുകൊണ്ടാണ് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. സോ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇവിടെ പ്രശ്നമെങ്കിൽ അത് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്ക് പറ്റിയ മേഖലയല്ല അത്. ഇൻ കേസ് നിങ്ങളൊരു വർക്കാണ്, നിങ്ങളൊരു ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുകയാണ് ഒരു ഓഫീസിൽ, ജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ ജോബ് ആണെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കുക, അത് നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നുവാണെങ്കിൽ, നിങ്ങൾക്ക് ഇന്ന സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് നിങ്ങളെ എക്സൈറ്റ് ചെയ്യുന്ന വേറെന്തോ കാര്യം വേറെയാണ്. അത് കണ്ടെത്തുക. അതെങ്ങനെ കണ്ടെത്താൻ സാധിക്കും എന്നതിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്. എന്താണ് നമ്മളെ എക്സൈറ്റ് ചെയ്യുന്നത്, ആ ഒരു മേഖല നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അതിലേക്ക് എങ്ങനെ പോകാൻ സാധിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നിങ്ങളുടെ പ്രോബ്ലം എങ്കിൽ, പ്രോക്രാസ്റ്റിനേഷൻ എങ്കിൽ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. യു ചേഞ്ച് ദ പർട്ടിക്കുലർ ആക്ടിവിറ്റി, ദ പർട്ടിക്കുലർ വർക്ക് ഓർ പർട്ടിക്കുലർ തിങ്, ഒരു കോഴ്സോ എന്താണെന്ന് വെച്ചാൽ ആ കോഴ്സിൽ നിന്ന് ഡ്രോപ്പ് ആകുക, അത് മാറുക, ഇൻട്രസ്റ്റ് ഉള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോവുക എന്നതാണ് പ്രോക്രാസ്റ്റിനേഷനെ ഓവർകം ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഒരു കോസ് എന്ന് പറയുന്നത്, പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്, ഇറ്റ്സ് ദ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്. പിന്നെ പ്രോക്രാസ്റ്റിനേഷൻ സംഭവിക്കുന്നതിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ചില ആൾക്കാർക്ക് ഉണ്ടാകുമെന്ന് പറയുന്നത്, അതായത് അവർക്ക് ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. അതായത് എന്ത് ചെയ്താലും ഒരു മടുപ്പ്, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. അങ്ങനെ ഒരു ഒരു നെഗറ്റീവ് സിറ്റുവേഷനൊക്കെ ഫേസ് ചെയ്യുന്ന ഒരുപാട് പേര് കാണും. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചോളം ദേ ഐദർ ഹാവ് ടു ടേക്ക് ഒരു എന്താ പറയുന്ന ഒരു കൺസൾട്ടേഷനൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. സൈക്കോളജിക്കൽ കൺസൾട്ടേഷനൊക്കെ മേ ബി പ്രിഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് ഇഫ് ദർ ഈസ് സം മെൻ്റൽ ബ്ലോക്ക്, ഒരു മെൻ്റൽ പ്രഷറൊക്കെ ഒരുപാടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അത് ഹെൽപ്ഫുള്ളായിരിക്കും.
ആൻഡ് പിന്നെ നിങ്ങൾക്ക് ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ആണെങ്കിൽ, അതായത് എന്ത് ചെയ്യണം, എന്തായിരിക്കും എന്നെ എക്സൈറ്റ് ചെയ്യിക്കുക, അതായത് എന്ത് ചെയ്താലായിരിക്കും ഒരു പ്രോക്രാസ്റ്റിനേഷനും പോസ്റ്റ്പോണിങ് മാറ്റി കുറച്ചുകൂടെ ലൈവായിട്ട് ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക എന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ എന്ന ഒരു പാതയിലേക്കൊക്കെ പോകുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. സോ മെഡിറ്റേഷൻ്റെ ആ ഒരു റോളെന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു പ്രോക്രാസ്റ്റിനേഷന് വരുമ്പോൾ എങ്ങനെ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നതിലൂടെ ഈ കംപ്ലീറ്റ് പ്രോക്രാസ്റ്റിനേഷൻ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും എന്നു വെച്ച് കഴിഞ്ഞാൽ, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങളെ പറ്റി നമ്മൾ അറിയുക, നമ്മളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ബോധവാനാകുക, നമ്മളിൽ ഒരു കൂടുതലൊരു ക്ലാരിറ്റി കൊണ്ടുവരിക. അതായത് നിങ്ങൾക്കിപ്പോൾ ലാക്ക് ഓഫ് ക്ലാരിറ്റി, എന്ത് ചെയ്താലാണ് നമുക്ക് ശരിയാകുക, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, എൻ്റെ ഇൻട്രസ്റ്റിംഗ് മേഖല എന്താണ്, ഏത് ഫീൽഡാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്, ഏത് കരിയറാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്, എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് പോയാൽ അവിടെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ബിക്കോസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ച് ഒരു വ്യക്തത, എന്താണ് എൻ്റെ ഇഷ്ടങ്ങൾ, എന്താണ് എൻ്റെ ക്ലാരിറ്റി, അതായത് മൈ ക്ലാരിറ്റി ഓഫ് പെർസെപ്ഷൻ എന്താണ്, എവിടെയാണ് എൻ്റെ മേഖല, എവിടെ നിന്നാലാണ് എനിക്ക് ഗ്രൗണ്ട്നെസ് കിട്ടുക, എവിടെ നിന്നാലാണ് ഞാൻ ഫ്ലവർ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഒരു ബെറ്റർ ലൈഫ് എനിക്ക് കിട്ടുക എന്നുള്ള നമ്മളെക്കുറിച്ച് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി നൽകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ബിക്കോസ് ഇറ്റ് ഗീവ്സ് യു മോർ അവെയർനെസ് അബൌട്ട് യുവർ സെൽഫ്. നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങളും, നമ്മൾ പോലും അറിയാതെ കിടക്കുന്ന പല ടാലൻസിനെയും ഉണർത്താനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ് മെഡിറ്റേഷൻ എന്ന് പറയും. സോ ഇഫ് യു ഗോയിങ് ടു a deep meditation, if you are regularly practicing meditation, so it helps you to overcome certain habits like procrastination ഒക്കെ ഓവർകം ചെയ്ത് നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ പോകാൻ ഹെൽപ്ഫുള്ളായിരിക്കും. ബിക്കോസ് നമ്മൾ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ, അതായത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ സംഭവിക്കുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് തനിയെ ഡ്രോപ്പ് ആവും. അതായത് നമ്മൾ കൂടുതൽ സ്പോണ്ടേനിയസ് ആവും, നമ്മൾ ഓതൻറ്റിക് ആവും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയണേ, അപ്പോൾ നിങ്ങൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന പല വർക്കും അത് നിങ്ങൾ ഇഷ്ടമില്ലാത്തതിൻ്റെ പുറത്തൊരു സർവൈവൽ നീഡിന് വേണ്ടി നിങ്ങൾ ചുമ്മാ ഇങ്ങനെ മെക്കാനിക്കലായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മെഡിറ്റേഷൻ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ മെഡിറ്റേഷനിൽ കുറച്ച് കൂടുതൽ ഡീപ്പായി കഴിയും തോറും, നിങ്ങൾ മെഡിറ്റേഷൻ കൂടുതൽ ഡെപ്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് തനിയെ തിരിച്ചറിയാൻ പറ്റും. അതായത് ഈ വർക്ക് എനിക്ക് അനുയോജ്യമല്ല, ഇത് ഞാൻ ഡ്രോപ്പ് ചെയ്യണം, എൻ്റെ ഇഷ്ടം വേറെയാണ്, എൻ്റെ മേഖല വേറെയാണ് എന്നൊരു ക്ലാരിറ്റി നമുക്ക് വന്ന് നമുക്ക് ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്തും ആ ഒരു റിസ്ക് എടുക്കാനുള്ള ആ ഒരു ധൈര്യമൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളിൽ വന്നു ചേരും. മെഡിറ്റേഷൻ്റെ ഒരു ഇതാണ്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്പോണ്ടേനിയസ് ആക്കുക, നമ്മുടെ ഒരു നാച്ചുറൽ സെൽഫ്, നമ്മുടെ റിയൽ സെൽഫിലൂടെ നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നൊരു ഇതാണ്, നമ്മുടെ ഒരു ഒറിജിനൽ ബീങ്ങിനെ കൊണ്ടുവരിക. അപ്പം നോർമലി നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റി നമ്മളിൽ അടിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി നമ്മളിൽ പ്രഷറൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന ജോലിക്ക് പോകുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ഇന്ന കോഴ്സിന് പോകുന്നു, അങ്ങനെ സൊസൈറ്റിയുടെ പ്രഷർ മൂലമായിരിക്കും പലരും പല കാര്യങ്ങളും ചെയ്യാമെന്ന് പറയുന്നത്. സോ വൺസ് യു ബിക്കം മെഡിറ്റേറ്റീവ്, നമ്മൾ മെഡിറ്റേറ്റീവ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഇന്നർ നീഡ്, നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കും. നമ്മൾ കൂടുതൽ നമ്മുടെ ആ ഒരു റിയൽ നീഡ് എന്താണ്, നമ്മുടെ റിയൽ ഇഷ്ടങ്ങൾക്ക് പുറകെ നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് നമ്മുടെ ആ ഒരു ഫേക്ക് ആയിട്ടുള്ള, അതായത് സൊസൈറ്റി നമ്മൾ ലയിപ്പിച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ കൂടുതൽ ഓതൻറ്റിക് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങും. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ ഒരു ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ തനിയെ ഡ്രോപ്പ് ആവുന്നതിലൂടെ നമുക്ക് ആ ഒരു പ്രോക്രാസ്റ്റിനേഷൻ തനിയെ മാറിക്കിട്ടും. ബിക്കോസ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്പോണ്ടേനിറ്റി നമ്മളിൽ വരുന്നതിലൂടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തോന്നുമ്പോഴും ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രോക്രാസ്റ്റിനേഷനിൽ നിന്ന് മാറും. കാരണം നമുക്കൊരു ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അവിടെ പ്രോക്രാസ്റ്റിനേഷൻ്റെ ആവശ്യം വരുന്നില്ല. യു ഫീൽ ലൈക്ക് ഡൂയിങ് ഇറ്റ്. പ്രോക്രാസ്റ്റിനേഷൻ എപ്പോഴും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എവിടെയോ ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, എവിടെയോ നമുക്കതുമായിട്ടൊരു സിങ്ക്രോണിസിറ്റി കിട്ടുന്നില്ല, നമ്മളൊന്നും വർക്കുമായൊരു ഒരു കോറിലേഷൻ, നമുക്ക് ഒരു കണക്ഷൻ കിട്ടുന്നില്ല എന്ന് വരുമ്പോഴാണ് നമ്മളത് ഡിലേ ചെയ്യുന്നത്, പിന്നത്തേക്കാക്കുക, മടുപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മൾ ചെയ്യുന്ന വർക്ക് നമുക്കത് ഒരു എക്സൈറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മളത് വളരെ ഫ്രഷായിട്ട് നമുക്കത് യു ഡോണ്ട് ഗെറ്റ് ബോറാകുന്നില്ല, നമ്മൾ എത്ര ചെയ്താലും മടുക്കുന്നില്ലാത്തൊരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ആ ടൈപ്പ് ഓഫ് അതുപോലത്തുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക എന്നതാണ് നമ്മളെ മെഡിറ്റേഷനിലോട്ടൊക്കെ പോകുന്നതിന് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. വാട്ട് യു റിയലി വാണ്ട് ഇൻ ലൈഫ്, നമുക്ക് എന്താണ് ജീവിതത്തിൽ ശരിക്കും വേണ്ടത്, എന്താണ് നമ്മുടെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ, എന്താണ് റിയൽ പൊട്ടൻഷ്യൽ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ് നമ്മുടെ മെഡിറ്റേഷൻ എന്ന് പറയാം. ഇപ്പോൾ എൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഞാൻ പല കാര്യങ്ങളും ഞാൻ ട്രൈ ചെയ്താണ്. ഞാനിപ്പോൾ മെഡിറ്റേഷൻ സെൻറ്റർ നടത്തുന്നു, മെഡിറ്റേഷൻ
ചെയ്യുന്നു. വീഡിയോ ക്രിയേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല കാര്യങ്ങളും ചെയ്തു. ഞാൻ യോഗയിൽ ഒരു കോഴ്സിന് പോയി. അപ്പോൾ യോഗ കോഴ്സിനൊക്കെ പോയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെനിക്കൊരു സിങ്ക്രോണിസിറ്റി കിട്ടുന്നില്ല. എൻ്റെ ഒരു നീഡിനനുസരിച്ചല്ല, എൻ്റെ ഒരു ഇന്നർ നീഡിനനുസരിച്ചല്ല അവിടുത്തെ കോഴ്സ് എന്ന് പറയുന്നത്. അവിടെ കൂടുതൽ യോഗാസനാസൊക്കെ കാര്യങ്ങളൊക്കെയാണ്. അവിടെ മെഡിറ്റേഷന് പ്രയോറിറ്റി ഇല്ല. സോ എൻ്റെ എപ്പോഴും ഒരു ബേസിക് നീഡ് എന്ന് പറയുന്നത് മെഡിറ്റേഷനായിരുന്നു. സോ മെഡിറ്റേഷനിൽ ആണെന്ന് എനിക്ക് മെഡിറ്റേഷനാണ് എൻ്റെ പ്രൊഫഷൻ, അല്ലെങ്കിൽ മെഡിറ്റേഷനാണ് ഇതിലോട്ടാണ് എനിക്ക് കൂടുതൽ ചെയ്യേണ്ടത്. അതിനെ ബേസ് ചെയ്ത് അതിനെ റിലേറ്റ് ചെയ്ത് ഉള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വ്യക്തത എനിക്ക് ആക്ച്വലി കിട്ടിയത് എൻ്റെ ഡീപ്പ് മെഡിറ്റേഷൻ എന്നാണ്. ഞാൻ മെഡിറ്റേഷനിൽ ഒരുപാട് പ്രോഗ്രസ് ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ റോള് മെഡിറ്റേഷനിലാണ്, എനിക്ക് മെഡിറ്റേഷനിലൂടെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത് എൻ്റെ ഒരു ഡീപ്പ് മെഡിറ്റേഷനിലൂടെയാണ് എനിക്ക് തിരിച്ചറിവ് ഉണ്ടായത്. എൻ്റെ ഫീൽഡ് അതാണെന്ന്. അപ്പോൾ ഒരു 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 സെർട്ടൻ ടൈപ്പ് ഓഫ് ക്ലാരിറ്റി എന്നിലേക്ക് വന്നതെന്ന് പറയുന്നത് എൻ്റെ മെഡിറ്റേഷൻ ഒരു ഡെപ്തിലേക്ക് പോയതിന് ശേഷമാണ് എനിക്ക് എന്നെക്കുറിച്ചും ഉള്ള ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് പറയുന്നത്. സോ അങ്ങനെ മെഡിറ്റേഷൻ എനിക്ക് ഡീപ്പായതിന് ശേഷം എനിക്ക് ഒരുപാട് എനിക്കിഷ്ടമല്ലാത്ത പല കാര്യങ്ങളും ഞാൻ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ആ കോഴ്സ് തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. യോഗയുടെ ഒരു കോഴ്സ് ഞാൻ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തു. ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് മെൻ ഫോർ മീ. ചുമ്മാ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ചുമ്മാ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ഗിവിങ് മീ എനി ഒരു അലൈവ്നെസ്സോ ഒരു ഫ്രഷ്നെസ്സോ എന്നെ ഒരു എക്സൈറ്റ് ചെയ്യുന്ന ഒരു സംഭവം അല്ലായിരുന്നു. സോ ഹാവ് സിംപ്ലി ഡ്രോപ്പ് ഇറ്റ്. ആ ഒരു കറേജൊക്കെ നമുക്ക് തനിയെ വരും. സോ അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് പോകുമ്പം അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കും. സോ യു ബിക്കം മോർ ഓഫ് നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിലേക്ക്, നമ്മുടെ ലൈഫിൻ്റെ ആ ഒരു മേഖലയിലേക്ക്, നമ്മുടെ യഥാർത്ഥ മേഖലകളിലേക്കിട്ടൊക്കെ നമുക്ക് പോകാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ പ്രോക്രാസ്റ്റിനേഷൻ എന്നൊരു ഹാബിറ്റുമായി നിങ്ങൾ ഒരുപാട് കോപ്പപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളെക്കുറിച്ചൊരു വ്യക്തത നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നാണ് നിങ്ങൾ തിരിച്ചറിയാന്ന് പറയുന്നത്. എന്തുകൊണ്ട് പ്രോക്രാസ്റ്റിനേഷൻ സംഭവിക്കുന്നു? സോ അതിലേക്കൊക്കെ ഒരു ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് പോകുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് വരിക, എന്നിട്ടും നിങ്ങൾക്ക് പ്രോക്രാസ്റ്റിനേഷൻ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് അഫക്റ്റ് ചെയ്യുന്നു. അതായത് നിങ്ങളിപ്പോൾ ഒരു മ്യൂസീഷ്യനാണ്, മ്യൂസിക് ഭയങ്കര പാഷനായിട്ടുള്ളതാണ്, മ്യൂസിക്കിൽ നല്ല ടാലൻ്റ് ഉണ്ട്, എന്നിട്ട് നിങ്ങൾക്കും ആ ഒരു റിലേറ്റഡ് ഫീൽഡിൽ എന്തെങ്കിലും ഒരു പ്രോക്രാസ്റ്റിനേഷൻ പോലെയുള്ള അഡ്വേഴ്സിറ്റി നിങ്ങളെ വരുന്നുണ്ടെങ്കിൽ ദെൻ യു മേ ഹാവ് ടു ചേഞ്ച്. എന്തെങ്കിലും ഒരു ബ്ലോക്കേജസ് ഒക്കെ നിങ്ങൾക്ക് കാണും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എവിടെയെങ്കിലുമൊക്കെ ഒരു ബ്ലോക്കേജസ് കാണും. സോ അതും നമുക്ക് മെഡിറ്റേഷനിലൂടെ മാറ്റാവുന്നതാണ്. നിങ്ങളുടെ ആ ഒരു എന്തെങ്കിലും സപ്രസ്ഡ് തോട്ട്സ്, ഇമോഷൻസ് ഇതിനെയൊക്കെ റിലീസ് ചെയ്ത് ഒരു ഫ്രഷ്നെസ്, ഒരു റീജുവിനേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ടോട്ടലി പറയുകയാണെങ്കിൽ മെഡിറ്റേഷനാണ് നമുക്ക് പ്രോക്രാസ്റ്റിനേഷൻ്റെ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ബിക്കോസ് മെഡിറ്റേഷൻ ഈസ് സപ്പോസ് ടു മേക്ക് യു മോർ അവെയർ, മോർ അലൈവ്, ഒരു ഇൻറ്റൻസിറ്റിയിൽ നമുക്ക് ലൈഫിനെ ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ വൺസ് യു ആർ ഇൻ എ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്, ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് നെഗറ്റിവിറ്റിയാണ്. സോ വൺസ് യു സ്റ്റാർട്ട് ലിവിങ് എൻ ഇൻറ്റൻസ് ലൈഫ് ത്രൂ മെഡിറ്റേഷൻ്റെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പ്രോക്രാസ്റ്റിനേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ തനിയെ ഡ്രോപ്പ് ആവും. പിന്നെ പ്രോക്രാസ്റ്റിനേഷനൊക്കെ ഏറ്റവും മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മെഡിറ്റേഷൻസ് ഞാൻ കുറച്ച് ലിസ്റ്റ് തരാം. അതായത് ഇപ്പം ഓഷോയുടെ മെഡിറ്റേഷൻസ് ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. ബിക്കോസ് ദേ ആർ മെൻ ടു റിലീസ് എനി നെഗറ്റീവ് തിങ്സ് ഫ്രം മൈൻഡിൻ്റെ ഉള്ളിൽ, നെഗറ്റീവ് ഇമോഷൻസ്, നെഗറ്റീവ് പാറ്റേൺ ഓഫ് ലൈഫ്, ആ ഒരു ലൈഫിൻ്റെ പാറ്റേണൊക്കെ സ്ട്രക്ചറൊക്കെ മാറ്റി ഒന്നും കൂടെ റീജുവിനേറ്റ് ചെയ്യാൻ, നമ്മുടെ എനർജിയൊക്കെ ഫ്രഷപ്പ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് ഓഷോ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഓഷോ ഡൈനാമിക് മെഡിറ്റേഷൻ, കുണ്ടലിനി മെഡിറ്റേഷൻ. ഇതൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. ഓഷോയുടെ മെഡിറ്റേറ്റീവ് തെറാപ്പീസ് അതൊക്കെ ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. നമുക്കിങ്ങനെയുള്ള സ്റ്റേറ്റ്സ്, പ്രോക്രാസ്റ്റിനേഷൻസിൽ നിന്നൊക്കെ ഒന്ന് പുറത്തേക്ക് വരാൻ ഹെൽപ്ഫുള്ളായിട്ട് ഓഷോയുടെ മെഡിറ്റേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അതായത് നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ വേണം. അതായത് ലൈഫിൻ്റെ ആ ഒരു നിങ്ങളുടെ ഇതുവരെ നിങ്ങൾ ജീവിച്ചിരുന്ന ലൈഫ് സ്റ്റൈല്, ആ ഒരു പാറ്റേൺ, അങ്ങനെ നമുക്ക് ജീവിതത്തിൽ മൊത്തത്തിലൊരു മാറ്റം വേണം. ജീവിതത്തിനൊരു പുതിയൊരു ട്രാൻസ്ഫർമേഷൻ വേണം എന്ന് നിങ്ങൾ തീവ്രമായി ആഗ്രഹിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മെഡിറ്റേഷനിലേക്ക് ഒരു ഡീപ്പായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. സോ ദാറ്റ്സ് വൺ ഓഫ് ദ എസെൻഷ്യൽ റിക്വയർമെൻറ്റ് ഫ്രം ദ പാർട്ടിസിപ്പൻറ്റിൻ്റെ സൈഡ്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളിൽ നിന്നുള്ള ഒരു എസെൻഷ്യൽ റിക്വയർമെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ആ ഒരു ട്രാൻസ്ഫർമേഷൻ തീവ്രമായി ആഗ്രഹിക്കുന്നു എന്നത്. കാരണം അങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ ആഗ്രഹിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മെഡിറ്റേഷനിൽ നിങ്ങൾക്ക് ഡീപ്പായിട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. സോ ദാറ്റ്സ് ഓൾ ഐ ഹാവ് ടു സേ ഇൻ ദിസ് വീഡിയോ. നമ്മുടെ ഗൈഡഡ് സെഷൻസും ഉണ്ട്. നിങ്ങൾക്ക് നമ്മുടെ സെഷൻസൊക്കെ, മെഡിറ്റേഷൻ സെഷൻസൊക്കെ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സെൻറ്ററിനെ കോൺടാക്ട് ചെയ്താൽ മതി. സോ ദാറ്റ്സ് ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.